എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിരുവിതാംകൂർ ചരിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ്, പാർട്ട് 2 ആണ്. നമ്മൾ ആദ്യത്തെ പാർട്ടില് തിരുവിതാംകൂർ ചരിത്രത്തിലെ ആദ്യത്തെ 4 രാജാക്കന്മാരെ, അതായത് തിരുവിതാംകൂർ സാമ്രാജ്യത്തിലെ ആദ്യത്തെ 4 രാജാക്കന്മാരെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെ കുറിച്ചൊക്കെയാണ്? മാർത്താണ്ഡവർമ്മ, കാർത്തിക തിരുനാൾ, അവിട്ടം തിരുനാൾ, റാണി ഗൗരി ലക്ഷ്മിബായി എന്നിവരെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ ബാക്കി വരുന്ന രാജാക്കന്മാരെ നമുക്ക് ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റാണി ആരാണ്? ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതി ഭായി. ആരാണ്? ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതി ഭായി ആണ്. ഓക്കെ. അപ്പം 1815 മുതൽ 1829 വരെ തിരുവിതാംകൂർ സാമ്രാജ്യം ഭരിച്ച റാണിയാണ് ആര്? ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതി ഭായി. തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ആണ് ആര്? ഉത്രട്ടാതി തിരുനാൾ. ഓക്കെ. അതെന്തുകൊണ്ടാണ്? സ്വാതി തിരുനാളിന്റെ റീജന്റ് ആയിട്ടായിരുന്നു ഗൗരി ലക്ഷ്മിബായി ഭരിച്ചുകൊണ്ടിരുന്നത്. 1815 ഗൗരി ലക്ഷ്മിബായി അന്തരിച്ചതിനെ തുടർന്നാണ് ഉത്രട്ടാതി തിരുനാൾ തിരുവിതാംകൂറിന്റെ റാണിയായിട്ട് ചുമതലയേൽക്കുന്നത്. റീജന്റ് ആയിട്ടാണ് ചുമതലയേൽക്കുന്നത്. അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ആണ് ആര്? റാണി ഗൗരി പാർവതി ഭായി. ഇനി വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്ത ഭരണാധികാരിയായിരുന്നു ആര്? റാണി ഗൗരി പാർവതി ഭായി. ഇനി കോട്ടയം CMS പ്രസ് സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ഗൗരി പാർവതി ഭായി എന്നോട് ഓർത്തിരിക്കാം. എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്? 1815 മുതൽ 29 വരെ തിരുവിതാംകൂർ സാമ്രാജ്യം ഭരിച്ചത് ഗൗരി പാർവതി ഭായി ആയിരുന്നു. ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ആയിരുന്നു ആര്? ഗൗരി പാർവതി ഭായി. വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്ത ഭരണാധികാരി ആയിരുന്നു എന്നും പറഞ്ഞു. അതുപോലെ തന്നെ കോട്ടയത്തെ CMS പ്രസ് സ്ഥാപിതമാകുന്ന സമയത്തെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണ്? റാണി ഗൗരി പാർവതി ഭായി ആണ്. ഇനി CMS പ്രസ് സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1821 CMS പ്രസ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1821. അടുത്തത് ലണ്ടൻ മിഷണറി സൊസൈറ്റി നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ആരാണ്? റാണി ഗൗരി പാർവതി ഭായി ആണ്. എന്താണ്? ലണ്ടൻ മിഷണറി സൊസൈറ്റി LMS നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ആര്? ഗൗരി പാർവതി ഭായി. ഇനി സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാനായിട്ട് താഴ്ന്ന ജാതിക്കാർക്ക് അനുവാദം നൽകിയ റാണിമാരാണ്? റാണി ഗൗരി പാർവതി ഭായി ആണെന്ന് ഓർത്തിരിക്കുക. എല്ലാവർക്കും, എല്ലാ വ്യക്തികൾക്കും പ്രൈമറി വിദ്യാഭ്യാസം നിർബന്ധമാക്കി അല്ലെങ്കിൽ നടപ്പിലാക്കിയ ഭരണാധികാരിമാരാണ്? റാണി ഗൗരി പാർവതി ഭായി ആണെന്ന് ഓർത്തിരിക്കുക. നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ് ഏതൊക്കെയാണ്? CMS പ്രസ് സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1821. ലണ്ടൻ മിഷണറി സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ എവിടെയാണ്? നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ആരാണ്? റാണി ഗൗരി പാർവതി ഭായി ആണ്. സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാൻ താഴ്ന്ന ജാതിക്കാർക്ക് അനുമതി നൽകിയ റാണി ആരാണ്? ഗൗരി പാർവതി ഭായി ആണ്. അടുത്തത് എല്ലാവർക്കും, എല്ലാ വ്യക്തികൾക്കും പ്രൈമറി വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരിമാരാണ്? റാണി ഗൗരി പാർവതി ഭായി ആണ്. അടുത്തത് താഴ്ന്ന ജാതിയിലുള്ളവർക്ക് മേൽക്കൂര പണിയുവാനായിട്ട് അനുമതി നൽകിയ റാണിമാരാണ്? റാണി ഗൗരി പാർവതി ഭായി ആണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട വ്യക്തികൾക്ക് വീടിന് മേൽക്കൂര പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരിയായിരുന്നു ഗൗരി പാർവതി ഭായി. പ്രാദേശിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതി ഭായി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്ത ഭരണാധികാരിയായിരുന്നു. അതിൽ 2 പോയിന്റ്സ് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഓർത്തു വെച്ചേക്കാം. പിന്നെ കോട്ടയത്തും ആലപ്പുഴയിലും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച ഭരണാധികാരിമാരാണ്? ഗൗരി പാർവതി ഭായി ആണെന്ന് ഓർത്തിരിക്കാം. ചർച്ച് മിഷണറി സൊസൈറ്റിക്ക് കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്ത് വിട്ടുകൊടുത്ത ഭരണാധികാരിയും റാണി ഗൗരി പാർവതി ഭായി ആണ്. എന്താണ്? ചർച്ച് മിഷണറി സൊസൈറ്റിക്ക് കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്ത് വിട്ടുകൊടുത്ത ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായി. താഴ്ന്ന ജാതിക്കാർക്ക് മേൽക്കൂര പണിയാൻ അനുമതി നൽകി പ്രാദേശിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കി കോട്ടയത്തും ആലപ്പുഴയിലും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ചർച്ച് മിഷണറി സൊസൈറ്റിക്ക് കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തും വിട്ടുകൊടുത്തു. ഗൗരി പാർവതി ഭായി ഓർത്തിരിക്കുക. അടുത്തത് ഊഴിയം എന്ന പതിവ് അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഭരണാധികാരിയാണ് ആര്? ഗൗരി പാർവതി ഭായി. ഊഴിയം എന്ന പതിവ്, അതെന്താണ് ഊഴിയം? സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പണിയെടുക്കുന്ന വ്യക്തികൾ ശമ്പളം കൊടുക്കാതെ പണിയെടുപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഈ ഊഴിയം എന്ന് പറയുന്നത്. അപ്പൊ ആ വ്യവസ്ഥ അവസാനിപ്പിക്കാൻ ശ്രമിച്ച രാജ്ഞിയാണ് ഗൗരി പാർവതി ഭായി. ഇനി സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പദ്ധതിയായിരുന്നു ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അടുത്തത് പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതി ഭായി. പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതി ഭായി. വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ഏത്? പാർവതി പുത്തനാർ. വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന ജലപാത ഏതാണ്?
പാർവതി പുത്തനാറാണ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഊഴിയം എന്ന പതിവ് അവസാനിപ്പിക്കാൻ ശ്രമിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാ? ഗൗരി പാർവതി ഭായി ആണ്. ഊഴിയം എന്ന് പറയുന്ന പരിപാടി എന്താണ്? പ്രോഗ്രാം എന്താണ്? പതിവ് എന്താണ്? തൊഴിലാളികൾ സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനമില്ലാതെ പണിയെടുക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഊഴിയം എന്ന് പറയുന്നത്. ഇനി പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതി ഭായി ആണ്. വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജലപാതയാണ് ഏത്? പാർവതി പുത്തനാറ്. ക്ലിയർ ആണല്ലോ? നമുക്കിനി അടുത്ത ഭരണാധികാരിയിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ഭരണാധികാരിയാണ് ആര്? സ്വാതി തിരുനാൾ. 1829 മുതൽ 1846 വരെ തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് ആര്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ യഥാർത്ഥ പേരെന്താണ്? രാമവർമ്മ എന്നാണ്. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നൊക്കെയാണ് സ്വാതി തിരുനാൾ അറിയപ്പെട്ടിരുന്നത്. എങ്ങനെയൊക്കെയാണ്? ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ, സംഗീതജ്ഞരിലെ രാജകുമാരൻ, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് സ്വാതി തിരുനാൾ. ക്ലിയർ ആണല്ലോ? അടുത്തത്, സ്വാതി തിരുനാളിന്റെ ഭരണകാലം ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെട്ടു. സ്വാതി തിരുനാളിന്റെ ഭരണകാലം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നാണ്. നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്സ് ഏതൊക്കെയാണ്? 1829 മുതൽ 46 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണ്? സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിന്റെ യഥാർത്ഥ പേര് രാമവർമ്മ എന്നാണ്. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് സ്വാതി തിരുനാൾ. ഇദ്ദേഹത്തിന്റെ ഭരണകാലം അറിയപ്പെട്ടിരുന്നത് ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നാണ്. അടുത്തത്, 16 വയസ്സുള്ളപ്പോഴാണ് സ്വാതി തിരുനാൾ തിരുവിതാംകൂറിന്റെ ഭരണം ഏറ്റെടുക്കുന്നത്. എത്ര വയസ്സുള്ളപ്പോഴാണ്? 16 വയസ്സുള്ളപ്പോൾ. തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയതും സ്വാതി തിരുനാളാണ്. 1839 ഈ കലണ്ടർ പുറത്തിറക്കുന്നത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ 1839 പുറത്തിറക്കിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. ഇനി വൈകുണ്ഠസ്വാമികളെ ജയിലിൽ അടച്ച രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. വൈകുണ്ഠസ്വാമികളെ ജയിലിൽ അടച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. ഇനി സ്വാതി തിരുനാളിന്റെ ദിവാന്റെ പേരെന്താണ്? സുബ്ബറാവു എന്നാണ്. സ്വാതി തിരുനാളിന്റെ ദിവാൻ ആരാണ്? സുബ്ബറാവു. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയാണ്? എത്രാം വയസ്സിലാണ് സ്വാതി തിരുനാൾ ഭരണം ഏറ്റെടുക്കുന്നത് തിരുവിതാംകൂറിന്റെ? 16 വയസ്സിലാണ്. അപ്പം അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ ഏത് വർഷം പുറത്തിറക്കുന്നത്? 1839. ആരാ പുറത്തിറക്കിയത്? സ്വാതി തിരുനാൾ. ഇനി വൈകുണ്ഠസ്വാമികളെ ജയിലിൽ അടച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിന്റെ ദിവാൻ ആരാണ്? സുബ്ബറാവു ആണ്. അടുത്തത്, നിയമകാര്യ വകുപ്പിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്നത് കണ്ടൻ മേനോനാണ്. നിയമകാര്യ വകുപ്പിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തി ആരാണ്? കണ്ടൻ മേനോനാണ്. ഇനി സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന ബ്രിട്ടീഷ് പ്രസിഡന്റ് ആരായിരുന്നു? കല്ലൻ സാഹിബ്. സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന ബ്രിട്ടീഷ് പ്രസിഡന്റ് ആണ് കല്ലൻ സാഹിബ് എന്ന് ഓർത്തിരിക്കുക. അടുത്തത്, സ്വാതി തിരുനാളിന്റെ സദസ്സിലെ പ്രധാന കവികൾ ആരൊക്കെയായിരുന്നു? സ്വാതി തിരുനാളിന്റെ സദസ്സിലെ പ്രധാന കവികളായിരുന്നു ഇരയിമ്മൻ തമ്പി, കിളിമാനൂർ വിദ്വാൻ, കോയിത്തമ്പുരാൻ. കിളിമാനൂർ വിദ്വാനും കോയിത്തമ്പുരാനും ഇരയിമ്മൻ തമ്പിയുമായിരുന്നു സ്വാതി തിരുനാളിന്റെ സദസ്സിലെ പ്രധാന കവികൾ. ഇനി സ്വാതി തിരുനാളിന്റെ ജീവിതത്തെ ആസ്പദമാക്കി സ്വാതി തിരുനാൾ എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ്? ലെനിൻ രാജേന്ദ്രനാണ്. ഓർത്തു വെച്ചേക്കാം. സ്വാതി തിരുനാളിന്റെ ജീവിതത്തെ ആസ്പദമാക്കി സ്വാതി തിരുനാൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രനാണ്. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ രാജാവാണ് ആര്? സ്വാതി തിരുനാൾ. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവാണ് കേട്ടോ സ്വാതി തിരുനാൾ, മറന്നു പോകരുത്. ഇനി ശുചീന്ദ്രം കൈമുക്ക് എന്ന ആചാരം നിർത്തലാക്കിയ രാജാവാരാണ്? സ്വാതി തിരുനാളാണ്. എന്താണ് ശുചീന്ദ്രൻ കൈമുക്ക്? തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീർപ്പാക്കുന്ന ഒരു രീതിയായിരുന്നു. വെറൈറ്റി രീതി അല്ലേ? ഓർത്തു നോക്കും. ആ ഒരു പ്രവർത്തനം എന്ത്? ശുചീന്ദ്ര കൈമുക്ക് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി നിർത്തലാക്കിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്സ് ഏതൊക്കെയാണ്? സ്വാതി തിരുനാളിന്റെ ജീവിതത്തെ ആസ്പദമാക്കി സ്വാതി തിരുനാൾ എന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ്? ലെനിൻ രാജേന്ദ്രനാണ്. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള രാജാവാരാണ്? സ്വാതി തിരുനാളാണ്. ശുചീന്ദ്ര കൈമുക്ക് എന്ന ആചാരം നിർത്തലാക്കിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീർപ്പാക്കുന്ന രീതിയായിരുന്നു എന്ത്? ശുചീന്ദ്രൻ കൈമുക്ക്. ക്ലിയർ ആണല്ലോ? അടുത്തത്, തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂളും സ്ഥാപിച്ചു ആര്? സ്വാതി തിരുനാള്. ഇനി തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് എടുത്ത രാജാവും സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് എടുത്തത് ആരാണ്? സ്വാതി തിരുനാളാണ്.
1836 ഈ സെൻസസ് എടുക്കുന്നതെന്ന് ഓർത്തിരിക്കാം. തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് എടുത്ത വർഷം ഏതാണ്? 1836 നമ്മളിപ്പോ പറയുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്? തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്വാതി തിരുനാൾ പണി കഴിപ്പിച്ച വർഷം 1834. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് എടുത്ത രാജാവ് സ്വാതി തിരുനാൾ. ആദ്യത്തെ സെൻസസ് തിരുവിതാംകൂറിൽ എടുത്ത വർഷം ഏതാണ്? 1836. അടുത്തത് 1837 തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം നിർമ്മിച്ചു സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാലയായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചതും സ്വാതി തിരുനാളാണ്. കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാലയായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരത്ത് ഗവൺമെന്റ് പ്രസ് സ്ഥാപിച്ചതും സ്വാതി തിരുനാളാണ്. അടുത്തത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്വാതി തിരുനാളിന്റെ അനുജനായിരുന്നു, ബ്രദർ ആയിരുന്നു ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1847 മുതൽ 860 വരെ തിരുവിതാംകൂർ സാമ്രാജ്യം ഭരിച്ച രാജാവാണ് ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഇദ്ദേഹം. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്ന വർഷം ഏതാണ്? 1857 ആണെന്ന് ഓർത്തിരിക്കുക. ഏത് വർഷമാണ്? 1857. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇനി തിരുവിതാംകൂറിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചതാരാണ്? ഇദ്ദേഹമാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുന്നത്. ഓക്കെ, നമ്മൾ ഉത്രം തിരുനാളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഏതൊക്കെയാണ്? സ്വാതി തിരുനാളിന്റെ അനുജനായിരുന്നു ആര്? ഉത്രം തിരുനാൾ. 1847 മുതൽ 860 വരെ തിരുവിതാംകൂർ ഭരിച്ച ആരാണ്? ഉത്രം തിരുനാളാണ്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അതും ഉത്രം തിരുനാളാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചതാരാണ്? ഉത്രം തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് 1857 ഈ പോസ്റ്റ് ഓഫീസ്, നമ്മൾ പറഞ്ഞ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ഉത്രം തിരുനാളാണെന്ന്. എവിടാണ് ഈ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത്? ആലപ്പുഴ ജില്ലയിലാണ്. 1857 കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുന്നത്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞത് 1857. അതേ വർഷം തന്നെയാണ് കേരളത്തിൽ പോസ്റ്റ് ഓഫീസ് ആരംഭിക്കുന്നത്. എവിടെ? ആലപ്പുഴ ജില്ലയിൽ. ഓർത്തിരിക്കുക. പിന്നെ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ജെയിംസ് ഡാറ സ്ഥാപിക്കുന്നത് ഉത്രം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. ഉത്രം തിരുനാൾ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ബ്രിട്ടീഷ് സ്ഥാപിക്കുന്നത്. അത് എവിടെയാണ് സ്ഥാപിക്കുന്നത്? ആലപ്പുഴ ജില്ലയിലാണ് സ്ഥാപിക്കുന്നത്. ആരാണ് സ്ഥാപിക്കുന്നത്? ജെയിംസ് ഡാറ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി എവിടെയാണ് സ്ഥാപിച്ചത്? ആലപ്പുഴയിലാണ്. ഏത് വർഷം? 1859. അപ്പൊ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവായിരിക്കുന്ന സമയത്താണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസും കയർ ഫാക്ടറിയും സ്ഥാപിക്കുന്നത്. ഏതൊക്കെ വർഷങ്ങളാണ് പോസ്റ്റ് ഓഫീസും കയർ ഫാക്ടറിയും സ്ഥാപിച്ചത്? 1857 പോസ്റ്റ് ഓഫീസും 1959 കയർ ഫാക്ടറിയും സ്ഥാപിച്ചു. ബ്രിട്ടീഷുകാരാണ് കയർ ഫാക്ടറി സ്ഥാപിക്കുന്നത്. സ്ഥാപിച്ച വ്യക്തിയുടെ പേര് ജെയിംസ് ഡാറ എന്നാണ്. ഓക്കെ, ഇനി കയർ ഫാക്ടറിയുടെ പേര് ഡാറാസ് മെയിൽ എന്നാണെന്ന് കൂടെ ഓർത്തിരിക്കുക. എന്താണ്? ഡാറാസ് മെയിൽ. ഇനി കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നതാണ് ഉത്രം തിരുനാളിന്റെ കാലഘട്ടം. ഉത്രം തിരുനാൾ ഭരിച്ചിരുന്ന കാലത്ത് എന്താണ് അറിയപ്പെട്ടിരുന്നത്? കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി 1855 അടിമത്തം തിരുവിതാംകൂറിൽ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ. അടിമത്തം തിരുവിതാംകൂറിൽ നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? ഉത്രം തിരുനാളാണ്. അടുത്തത് ചാന്നാർ ലഹളയെ തുടർന്ന് താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അധികാരം നൽകിയതും ഉത്രം തിരുനാളാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ രാജാവാരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇനി ചാന്നാർ ലഹള നടന്നത് 26 ജൂലൈ 1859 കേട്ടോ. അതായത് അവകാശം നൽകിയത്, ഈ ഒരു മാറുമറയ്ക്കാനുള്ള അവകാശം അവർക്ക് നൽകിയത് 26 ജൂലൈ 1859. ഇനി 1857 തിരുവനന്തപുരം മ്യൂസിയം സ്ഥാപിച്ചതും ആരാണ്? ഉത്രം തിരുനാളാണ്. ഈ മ്യൂസിയത്തിന്റെ പേരെന്താണ്? നേപ്പിയർ മ്യൂസിയം. തിരുവിതാംകൂർ ചരിത്രത്തിൽ നമ്മൾ നേപ്പിയർ മ്യൂസിയം എപ്പോഴാണ് പറഞ്ഞത്? അതെ, കുണ്ടറ വിളംബരം നടത്തിയ വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്ന എവിടെയാണ്? നേപ്പിയർ മ്യൂസിയത്തിലാണ്. നേപ്പിയർ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ്. ആ മ്യൂസിയം സ്ഥാപിച്ചത് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഏത് വർഷം? 1857. ഈ 1857 എന്തൊക്കെയാ നടന്നേ? കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചു. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നു. ഓർത്തിരിക്കാം. ഇനി 1859 തിരുവനന്തപുരം മൃഗശാലയും പാർക്കും സ്ഥാപിച്ചത് ആരാണ്? 1859 തിരുവനന്തപുരം മൃഗശാലയും പാർക്കും സ്ഥാപിച്ചത് ഉത്രം തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഈ രാജാക്കന്മാരെ 3 പേരെ കുറിച്ചാണ് പറയുന്നത്. ഒന്നുകൂടെ എല്ലാവരെയും റിവൈസ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതി ഭായിയെ കുറിച്ചാണ്. 1815 മുതൽ 29 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരാണ്?
ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതി ഭായി ആണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ആണ് ഗൗരി പാർവതി ഭായ്. വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്ത ഭരണാധികാരിയായിരുന്നു. CMS പ്രസ് സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നതും ഗൗരി പാർവതി ഭായി ആണ്. CMS പ്രസ് സ്ഥാപിതമായത് 1821 പറഞ്ഞു. LMS അതായത് ലണ്ടൻ മിഷണറി സൊസൈറ്റി നാഗർകോവിലിൽ സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിമാരാണ് റാണി ഗൗരി പാർവതി ഭായി ആണ്. സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് അവകാശം നൽകിയതും റാണി ഗൗരി പാർവതി ഭായി ആണ്. എല്ലാ വ്യക്തികൾക്കും പ്രൈമറി വിദ്യാഭ്യാസം നടപ്പിലാക്കുകയും അത് നിർബന്ധമാക്കുകയും ചെയ്ത ഭരണാധികാരിയാണ് ആര്? ഗൗരി പാർവതി ഭായി. അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് മേൽക്കൂര പണിയാൻ അനുമതി നൽകിയതും ഗൗരി പാർവതി ഭായി ആണ്. കോട്ടയത്തും ആലപ്പുഴയിലും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. ചർച്ച് മിഷണറി സൊസൈറ്റിക്ക് മൺട്രോത്തുരുത്ത് വിട്ടുകൊടുത്ത ഭരണാധികാരിമാരായിരുന്നു ഗൗരി പാർവതി ഭായി. ഊഴിയം എന്ന പതിവ്, അതായത് സർക്കാർ നിർമ്മിതികളിലേക്ക് തൊഴിലാളികളെ വേതനമില്ലാതെ എടുക്കുന്ന പ്രവൃത്തിയാണ് ഊഴിയം. ഈ പരിപാടി നിർത്തലാക്കാൻ ശ്രമിച്ച ഭരണാധികാരിയായിരുന്നു ആര്? ഗൗരി പാർവതി ഭായി. നിർത്തലാക്കിയതല്ല, നിർത്തലാക്കാൻ ശ്രമിച്ച ഭരണാധികാരിയാണ്. ഊഴിയം എന്ന പതിവ് ആദ്യമായി നിർത്തലാക്കാൻ ശ്രമിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ഭായി ആണെന്ന് ഓർത്തിരിക്കാം. ഇനി പാർവതി പുത്തനാർ എന്താണത്? വേലിക്കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന ജലപാതയാണത്. അപ്പം അത് പണി കഴിപ്പിച്ചത് ആരാണ്? ഗൗരി പാർവതി ഭായി ആണെന്ന് ഓർത്തിരിക്കാം. അടുത്ത നമ്മളെ സ്വാതി തിരുനാളിനെ കുറിച്ചാണ്. 1829 മുതൽ 46 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വ്യക്തിയാണ് സ്വാതി തിരുനാൾ. യഥാർത്ഥ പേര് രാമവർമ്മ എന്നാണ്. ഗർഭശ്രീമൻ, ദക്ഷിണഭോജൻ, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആര്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ ഭരണകാലം ആധുനിക തിരുവിതാംകൂറിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നു. 16 വയസ്സുള്ളപ്പോഴാണ് സ്വാതി തിരുനാൾ ഭരണത്തിലേക്ക് വരുന്നത്. തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ 1830 പുറത്തിറക്കിയത് ഇദ്ദേഹമാണ്. വൈകുണ്ഠസ്വാമിയെ ജയിലിൽ അടച്ചതും സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിന്റെ ദിവാനാണ് സുബ്ബറാവു. നിയമകാര്യ വകുപ്പിൽ ഇദ്ദേഹത്തെ സഹായിച്ചിരുന്നത് കണ്ടൻ മേനോനും അദ്ദേഹത്തെ സഹായിച്ച ബ്രിട്ടീഷ് പ്രസിഡന്റ് കല്ലൻ സാഹിബുമാണ്. കേരളീയ സംഗീത കലയുടെ സുവർണകാലമായി അറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ്. സ്വാതി തിരുനാളിന്റെ സദസ്സിലെ പ്രധാന കവികളായിരുന്നു ഇരയിമ്മൻ തമ്പി, കിളിമാനൂർ വിദ്വാൻ, കോയി തമ്പുരാൻ എന്നിവർ. അടുത്തത് സ്വാതി തിരുനാളിന്റെ ജീവിതത്തെ ആസ്പദമാക്കി സ്വാതി തിരുനാൾ എന്ന ചലച്ചിത്രം എടുത്ത് സിനിമ സംവിധാനം ചെയ്തവരാണ്? ലെനിൻ രാജേന്ദ്രനാണ്. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. ശുചീന്ദ്രൻ കൈമുക്ക്, അതായത് തിളച്ച നെയ്യിൽ കൈമുക്കി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന ഒരു രീതിയായിരുന്നു. ഇത് നിർത്തലാക്കിയ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചതും ഇദ്ദേഹമാണ്. 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചതും സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിന്റെ ആദ്യ സെൻസസ് 1836 എടുത്തതും ആരാണ്? സ്വാതി തിരുനാളാണ്. ഇനി 1837 തിരുവിതാംകൂർ വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യ ഗ്രന്ഥശാലയായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചതും തിരുവനന്തപുരത്ത് ഗവൺമെന്റ് പ്രസ് സ്ഥാപിച്ചതും സ്വാതി തിരുനാളാണ്. നമ്മൾ പിന്നെ അവസാനമായിട്ട് പറഞ്ഞ രാജാവാണ് ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. സ്വാതി തിരുനാളിന്റെ സഹോദരനാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1847 മുതൽ 1860 വരെ തിരുവിതാംകൂർ ഭരിച്ചത് ഇദ്ദേഹമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവാരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. കേരളത്തിൽ, അതായത് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. 1857 ഈ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമാകുന്നത്. ആലപ്പുഴ ജില്ലയിലാണ് സ്ഥാപിതമാകുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷിന്റെ ആദ്യത്തെ ഫാക്ടറി, കയർ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലാണ്. അത് സ്ഥാപിതമാകുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഏത് വർഷമാണ് ഈ കയർ ഫാക്ടറി സ്ഥാപിതമാകുന്നത്? 1889 സ്ഥാപിച്ചത് ജെയിംസ് ഡാറയാണ്. കമ്പനിയുടെ പേര് ഡാറാസ് മെയിൽ എന്നാണ്. അടുത്തത് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ഭരണകാലമാണ്. അടുത്തത് 1855 അടിമത്തം നിർത്തലാക്കിയതും ചാന്നാർ ലഹളയെ തുടർന്ന് താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അധികാരം നൽകിയതും 1857 തിരുവനന്തപുരം മ്യൂസിയം സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഈ മ്യൂസിയം ഏതാണ്? നേപ്പിയർ മ്യൂസിയം. കുണ്ടറ വിളംബരം നടത്തിയ വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? നേപ്പിയർ മ്യൂസിയത്തിലാണ്. 1859 തിരുവനന്തപുരത്തെ മൃഗശാലയും പാർക്കും സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കാണ്. ഇതിന്റെ പാർട്ട് 3 ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഭരണാധികാരികളെ കുറിച്ച് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.